അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ പോയി വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ കാണുന്നില്ലേ, മൊത്തത്തിൽ അതിൻ്റെ സൈഡ് ഒക്കെ അയച്ചു വെച്ചിട്ടാണ് ഇപ്പം പരിപാടി ചെയ്യുന്നത്. എന്താ വെച്ചാൽ ബാറ്ററി മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. ഒന്ന് ഹോൺ ചേഞ്ച് ചെയ്തതാണ്. നമ്മൾ കട്ടൗട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, 2 കട്ടൗട്ടറാണ് എൻ്റെ വണ്ടിയിലുള്ളത്. ഒന്ന് പ്രൈമസും ഒന്ന് റൂട്ട്സും. അപ്പോൾ റൂട്ട്സ് പ്രൈമസ് ഒക്കെ മാറി മാറി അടിക്കും. എനിക്ക് ഹോണിന് ഭയങ്കര ഹരാണ്. കാരണം വെച്ചാൽ ഹോണിന് കട്ടൗട്ടർ വെച്ചിട്ടൊക്കെ ഓടിക്കാനാണ്. നോർമൽ വണ്ടിയിൽ ഞാൻ ഓടിക്കില്ല. കാരണം വെച്ചാൽ നോർമൽ ഹോണിലും അത്യാവശ്യം പോകും. പക്ഷേ എന്നാലും നമ്മളതായിട്ടുള്ളൊരു ക്രേസ് ഈ ഹോണിന് ഉണ്ട്. അപ്പോൾ ഇതുവരെ ഹോണും കാര്യങ്ങളും ഒന്നും എന്നെ പറ്റി ഒരു തരത്തിലും എന്താ പറയണ്ട വഴിക്കാക്കിയില്ല. ഇന്ന് നമ്മൾ ഹോൺ ചേഞ്ച് ചെയ്തിട്ട് തലശ്ശേരി പോകുന്ന വഴിക്ക് അധികമൊന്നും എത്തിയില്ല. പറശ്ശിനിക്കടവ് ഭാഗത്തുനിന്ന് ഒന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് ഹോൺ ചേഞ്ച് ആക്കിയതിന് ശേഷം പിന്നെ ബാറ്ററി മൊത്തം ഡൗൺ ആയി. എന്താണെന്നുള്ളതൊന്നും അറിയില്ല. റെക്ടിഫയർ പോയതാണെന്ന് പിന്നെ അങ്ങനെയും പറയാം. ഇനിയിപ്പോൾ ബാറ്ററി മൊത്തം കംപ്ലൈൻറ്റ് ആയതാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബാറ്ററി നമ്മൾ ചാർജ് ആക്കിയിട്ടുണ്ട്. നമ്മളെ UPS പഴയ കമ്പ്യൂട്ടറിൻ്റെ UPS വെച്ചിട്ട് നമ്മൾ ബാറ്ററി ചാർജ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല, അതിൻ്റെ അകത്ത് ചാർജ് ആക്കിയിട്ട് നോക്കും. പിന്നെ നമ്മൾ ഈ എക്സ്ട്രാ വയറിങ് കാര്യങ്ങളൊക്കെ ഇനി അഴിച്ചു വെക്കേണ്ടി വരുമെന്നറിയില്ല. ഇവിടെ കംപ്ലൈൻറ്റ് എന്നുള്ളതെന്ന് അറിയില്ല. കാരണം നമ്മൾ ഡീപ്പായിട്ടൊന്നും ഒരിക്കലും നോക്കുന്നില്ല. നമ്മൾ വർക്ക്ഷോപ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക്ഷോപ്പിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ട്രബിളും മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ എന്തായാലും ഒരു ദിവസം വർക്ക്ഷോപ്പ് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മളെ ചങ്ങായിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നാളെ ഇത് എടുക്കേണ്ടി വരും. ചാർജ് ആയിട്ടില്ലെങ്കിൽ എടുക്കേണ്ടി വരും. അതായത് ആദ്യം റെക്ടിഫയർ ചെക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു കല്ല്, ഈ റെക്ടിഫയർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം അത് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ 750 റുപ്യ ഉദാഹവ 750 അങ്ങനെ പൊളിയും. ബാറ്ററി ആണെങ്കിൽ ഒരു 1000 റുപ്യക്ക് 5 ആമ്പിയർ ബാറ്ററി പഴയ ബാറ്ററി കൊടുത്തിട്ട് പുതിയ ബാറ്ററി വാങ്ങേണ്ടി വരും. ഇന്നത്തെ ദിവസം എന്താകുമ്പോൾ മൊത്തത്തിൽ പോക്കാം. തലശ്ശേരിക്ക് പോയിട്ട് മാമൻ്റെ എമർജൻസി ലൈറ്റും അതേപോലെ തന്നെ ടോർച്ചും ഒക്കെ ശരിയാക്കിയിട്ട് സന്തോഷത്തിൽ പോകുന്നതായിരുന്നു. ഒന്ന് ഹോൺ ചേഞ്ച് ആക്കിയിട്ട് ഒന്ന് ഓടിക്കാനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതേ അവസ്ഥ. കാരണം എനിക്ക് പോകുന്നത് വെച്ചാൽ എനിക്കെന്തെങ്കിലും പറ്റിയാൽ പോലും ഞാനങ്ങനെ ശ്രദ്ധ കൊടുക്കില്ല. പക്ഷേ എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് ആ ദിവസം ഉറക്കം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എന്നെ പല സ്ഥലത്തും എത്തിച്ചത് ഒരുപാട് നാടുകൾ കാണാൻ, ഒരുപാട് അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ എന്നെ കാണിച്ചതാണ് ഇവനാണ്, ഈ കുട്ടപ്പനാണ്. അപ്പോൾ ഈ പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. അതെല്ലാവർക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം. എന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ പണിയെടുക്കലാണ്. അപ്പോൾ ആ പണിയെടുക്കൽ നിൽക്കണ്ടിക്കൽ ഞാൻ എന്തായാലും ചാവേണ്ടി വരും. കാരണം വെച്ചാൽ അല്ലാണ്ട് എനിക്കിത് പറ്റില്ല. കാരണം ഭയങ്കര അഡിക്ഷനാണ്. അല്ല എൻ്റെ പണി ഒഴിവാക്കിയിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന ഒഴിവാക്കിയിട്ട് വരെ ഞാൻ ഈ വണ്ടി പണിതിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഞാൻ ഓരോ പരീക്ഷണങ്ങൾ നടത്താൻ വണ്ടി എല്ലാത്തിലും ഇലക്ട്രോണിക്സിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അല്ല അങ്ങനെയല്ല, ടെസ്റ്ററല്ല. പക്ഷേ എന്നാലും ഇതിൻ്റെ അകത്ത് ഓരോ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇവരെ ഒന്നും പാളിപ്പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതെന്നാന്നുള്ള മനസ്സിലാകുന്നില്ല.